നമസ്കാരം, ഞാൻ രജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റർ അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. വിദേശത്തെ ബഹ്റൈനികൾക്ക് പാസ്പോർട്ട് പുതുക്കാൻ ഇനി ഓൺലൈൻ സംവിധാനം. പുതിയ സേവനം ആരംഭിച്ച് ആഭ്യന്തര മന്ത്രാലയം. വിദേശത്ത് താമസിക്കുന്ന ബഹ്റൈൻ പൗരന്മാർക്ക് പാസ്പോർട്ട് മാറ്റിയെടുക്കുന്നതിനായി പുതിയ ഇലക്ട്രോണിക് സേവനം ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചു. വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് നാഷണൽ ഗവൺമെന്റ് പോർട്ടൽ വഴിയാണ് ഈ സേവനം ലഭ്യമാവുക. വിദേശത്തുള്ള ബഹ്റൈൻ എംബസികൾ, കോൺസുലേറ്റുകൾ എന്നിവ വഴി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. രാജ്യത്തിന് പുറത്തുള്ള പൗരന്മാർക്ക് പാസ്പോർട്ട് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഇനി ഇലക്ട്രോണിക് രീതിയിൽ സമർപ്പിക്കാമെന്ന് നാഷണാലിറ്റി, പാസ്പോർട്ട് ആൻഡ് റെസിഡന്റ് അഫയേഴ്സ് അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഹിഷാം ബിൻ അബ്ദുൾ റഹ്മാൻ അൽ ഖലീഫ പറഞ്ഞു. പുതിയ സംവിധാനമനുസരിച്ച് വിദേശത്തുള്ള ബഹ്റൈൻ എംബസിലോ കോൺസുലേറ്റിലോ വെച്ച് തന്നെ പുതിയ പാസ്പോർട്ട് അനുവദിക്കുകയും പഴയത് റദ്ദാക്കുകയും ചെയ്യും. STC ബഹ്റൈൻ കുതിരപ്പന്തയം സമാപിച്ചു. ഷെയ്ഖ് ഫൈസൽ ബിൻ റാഷിദിന്റെ സാന്നിധ്യത്തിലായിരുന്നു പന്തയം. സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് വൈസ് പ്രസിഡന്റും റാഷിദ് ഇക്വസ്ട്രിയൻ ആൻഡ് ഹോഴ്സ് റേസിംഗ് ക്ലബ് ഹൈ കമ്മിറ്റി ഡെപ്യൂട്ടി ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഫൈസൽ ബിൻ റാഷിദ് അൽ ഖലീഫയുടെ സാന്നിധ്യത്തിൽ 2025-26 സീസണിലെ 13ാമത് കുതിരപ്പന്തയം നടന്നു. അൽ റഫയിലെ പന്തയ സ്ഥലത്ത് വെച്ച് STC ബഹ്റൈന്റെ കീഴിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. നിരവധി പ്രമുഖരും STC ബഹ്റൈന്റെ പ്രതിനിധികളും പങ്കെടുത്ത ചടങ്ങിൽ ആവേശകരമായ മത്സരമാണ് അരങ്ങേറിയത്. പന്തയത്തിനിടവേളകളിൽ കാണികൾക്കായി ചോദ്യോത്തര മത്സരങ്ങൾക്കുള്ള വിജയികൾക്ക് ആകർഷകമായ ക്യാഷ് അവാർഡുകളും വിതരണം ചെയ്തു. ആകെ 9 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിലെ വിജയികൾക്കും കപ്പുകൾ സമ്മാനിച്ചു. തെരുവ് കച്ചവടം പൗരന്മാർക്ക് മാത്രം പരിമിതപ്പെടുത്തി ബഹ്റൈൻ. സർക്കാർ മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ജോലി ചെയ്യാത്ത ബഹ്റൈൻ പൗരനായിരിക്കണം. ബഹ്റൈൻ രാജ്യത്തെ തെരുവ് കച്ചവടം സ്വദേശികളായ പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായി മുനിസിപ്പാലിറ്റി കാർഷിക മന്ത്രി വൈൽ അൽ മുബാറക് പാർലമെന്റിനെ അറിയിച്ചു. തെരുവ് കച്ചവടത്തിനുള്ള ലൈസൻസുകൾ വ്യക്തിഗതമാണെന്നും അവ മറ്റൊരാൾക്ക് കൈമാറാൻ സാധിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരാൾക്ക് ഒരു ലൈസൻസ് എന്ന കർശനമായ നിയമമാണ് നിലവിലുള്ളത്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം മുനിസിപ്പാലിറ്റികളിൽ ലൈസൻസിനായി അപേക്ഷിക്കാൻ സാധിക്കില്ല. ഒരാൾക്ക് നിലവിൽ ഒരു ലൈസൻസ് ഉണ്ടെങ്കിൽ മറ്റൊരു അപേക്ഷ നൽകുന്നത് സിസ്റ്റം സ്വയം തടയുന്ന രീതിയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. BMC ന്യൂസ് ലൈവിൽ ഇനി ഒരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. BDK ബഹ്റൈൻ സോനിയർ പേര് നിർദ്ദേശിക്കും. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സോവനിയറിന് രക്തദാനവുമായി ബന്ധപ്പെട്ട പേര് നിർദ്ദേശിക്കുവാൻ ബഹ്റൈൻ മലയാളി പ്രവാസികൾക്ക് BDK അവസരമൊരുക്കുന്നു. BDK സ്വന്തമായും മറ്റ് അസോസിയേഷനുകളുമായി ചേർന്നുകൊണ്ടും നടത്തുന്ന ബ്ലഡ് ഡോണേഴ്സ് ക്യാമ്പുകൾ ബഹ്റൈനിലും നാട്ടിലും ബ്ലഡ് ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ ഡോണേഴ്സിനെ സംഘടിപ്പിക്കുന്നത് പൊതിച്ചോറടക്കമുള്ള BDKയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാട്ടിലെയും ബഹ്റൈനിലെയും ഔദ്യോഗിക സ്ഥാനങ്ങളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ ആശംസകൾ, BDK അംഗങ്ങളുടെ സാഹിത്യ രചനകൾ എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന സോവനിയറിൽ വേൾഡ് ബ്ലഡ് ഡോണേഴ്സ് ഡേ ആയ ജൂൺ 14 തൊട്ട് മുൻപുള്ള അവധി ദിവസമായ ജൂൺ 12 പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അന്നേ ദിവസം രക്തദാനത്തിൽ പങ്കാളികളാകുന്ന BDK അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങുമുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സോവനിയറിന്റെ പേര് നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ നിർദ്ദേശങ്ങൾ 391258 3897-8535 എന്നിവയിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വാട്സ്ആപ്പ് സന്ദേശം വഴി മാർച്ച് 31 അറിയിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്നയാളെ BDKയുടെ ചടങ്ങിൽ സമ്മാനം നൽകി ആദരിക്കും.
ബഹ്റൈൻ കേരള സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള BKS ദേവ്ജി കലോത്സവത്തിന്റെ രജിസ്ട്രേഷനുകൾ ആരംഭിച്ചു. പ്രവാസ ജീവിതം നയിക്കുന്ന കുട്ടികളുടെ സാമൂഹിക ജീവിതത്തെ അടയാളപ്പെടുത്തുന്നതിനായും കുട്ടികളിലെ സർഗാത്മകത പ്രതിഭകളെ കണ്ടെത്തുന്നതിനുമായി ബഹ്റൈൻ കേരള സമാജം ആവിഷ്കരിച്ച കലോത്സവം കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഏറ്റവും വലിയ കലോത്സവമാണെന്ന് സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, ജനറൽ സെക്രട്ടറി വർഗീസ് കാരിക്കൽ എന്നിവർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. കേരളത്തിലെ സ്കൂൾ യുവജനോത്സവങ്ങളുടെ മാതൃകയിൽ വ്യവസ്ഥാപിതവും സമഗ്രവുമായ രീതിയിലാണ് BKS ദേവ്ജി കലോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത്. 150ഓളം ഇനങ്ങളിലായി 1200ഓളം വരുന്ന മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കലോത്സവമാണ് BKS സംഘടിപ്പിക്കുന്നത്. മാർച്ച് മാസത്തിൽ ആരംഭിക്കുന്ന വിവിധ മത്സരങ്ങൾ ഏപ്രിൽ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. 7ഓളം വേദികളിലായി നടക്കുന്ന മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി 100ലധികം വരുന്ന വോളണ്ടിയർമാരുടെ കമ്മിറ്റി ഇതിനകം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. രേണു ഉണ്ണികൃഷ്ണൻ കൺവീനറും സുമി ജിജോ, രാധിക കൃഷ്ണൻ എന്നിവർ ജോയിന്റ് കൺവീനറുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ചടങ്ങിൽ പ്രമുഖ ഡാൻസറും റിയാലിറ്റി ഷോകളിലെ വിധികർത്താവുമായി പ്രവർത്തിക്കുന്ന നീരവ് ബാവ്ലേച്ചാസ് കലോത്സവം എംബ്ലം പ്രകാശനം ചെയ്തു. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാമെന്ന് സംഘാടക സമിതി അറിയിച്ചു. രേണു ഉണ്ണികൃഷ്ണൻ 38360489, സുമി ജിജോ 33751565. തുറാബ് തങ്ങൾക്ക് സ്വീകരണം നൽകി. മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ ICF ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന കേരള യാത്ര ഐക്യദാർഢ്യ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിന് ബഹ്റൈനിലെത്തിയ കേരള മുസ്ലിം ജമാഅത്ത് സാരഥിയും മർക്കസ് വൈസ് പ്രസിഡന്റുമായ സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി അൽ അസ്ഹരിക്ക് ICF നാഷണൽ നേതാക്കളുടെ നേതൃത്വത്തിൽ ബഹ്റൈൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഊഷ്മള സ്വീകരണം നൽകി. ബഹ്റൈൻ സാമൂഹിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന ഐക്യദാർഢ്യ സമ്മേളനം ജനുവരി 16 സൽമാനിയ KCT ഹാളിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരള മുസ്ലിം ജമാഅത്ത് നേതൃത്വത്തിൽ ജനുവരി 1 കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരള യാത്ര അന്നേ ദിവസം തിരുവനന്തപുരത്ത് സമാപിക്കും. ICF നാഷണൽ നേതാക്കളായ KC സൈനുദ്ദീൻ സഖാഫി, സുലൈമാൻ ഹാജി മേപ്പയൂർ, അബ്ദുൽ ഹക്കീം സഖാഫി കിനാലൂർ, മുസ്തഫ ഹാജി കണ്ണപുരം തുടങ്ങിയവർ നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ മറ്റൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. വിട പറഞ്ഞ മാധവ ധനജ്ഞ ഗാഡ്ഗിൽ പരിസ്ഥിതി ബോധത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞൻ, പ്രവാസി വെൽഫെയർ. കഴിഞ്ഞ ദിവസം വിട പറഞ്ഞ മാധവ ധനജ്ഞ ഗാഡ്ഗിൽ കേരളത്തിന് പരിസ്ഥിതി ബോധത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് പ്രവാസി വെൽഫെയർ സെക്രട്ടേറിയറ്റ് അനുസ്മരിച്ചു. പശ്ചിമഘട്ട മലനിരകളിലെ പാരിസ്ഥിതിക ദുർബല മേഖലകളെ പറ്റിയുള്ള മുന്നറിയിപ്പിലൂടെയാണ് പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഗാഡ്ഗിൽ കേരളത്തിന് സുപരിചിതനായത്. കേരളത്തിൽ 2018 പിന്നീട് തുടർച്ചയായും സംഭവിച്ച പ്രളയവും ഉരുൾപൊട്ടലും അദ്ദേഹം മുൻകൂട്ടി കാണുകയും കേരളത്തിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു. പരിസ്ഥിതി സൗഹൃദത്തിലൂന്നിയ വികസന കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പ്രകൃതിയുടെ അവകാശവും മനുഷ്യന്റെ ഉത്തരവാദിത്വവും എന്ന ആശയത്തെ ആധാരമാക്കി പ്രവർത്തിച്ച അദ്ദേഹം പരിസ്ഥിതി ബോധത്തിന്റെ ജനാധിപത്യവൽക്കരണത്തിന് വഴിയൊരുക്കിയ മഹാനായ മനുഷ്യസ്നേഹിയായിരുന്നു എന്ന് അനുസ്മരണത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് മജീദ് തണൽ പറഞ്ഞു. ഗാഡ്ഗിലിന്റെ നിര്യാണം പരിസ്ഥിതി ശാസ്ത്രത്തിനും പരിസ്ഥിതി പോരാട്ടങ്ങൾക്കും വലിയ നഷ്ടമാണ്. അദ്ദേഹത്തിന്റെ ചിന്തകളും പാഠങ്ങളും വരും തലമുറകളിലെ ഗവേഷകരെയും പരിസ്ഥിതി പ്രവർത്തകരെയും പ്രചോദിപ്പിക്കുമെന്ന് തുടർന്ന് സംസാരിച്ച പ്രവാസി വെൽഫെയർ ജനറൽ സെക്രട്ടറി ആഷിഖ് എരുമേലി അനുസ്മരിച്ചു. ഷാഹുൽ ഹമീദ് വെന്നിയൂർ, സബീന അബ്ദുൽ ഖാദർ, ഇർഷാദ് കോട്ടയം, CM മുഹമ്മദ് അലി, ബദറുദ്ദീൻ പൂവാർ എന്നിവർ സംസാരിച്ചു.
ബഹ്റൈൻ മലയാളി ഫോറം ദിനേശ് കുറ്റിയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. ബാബു കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബബിന സുനിൽ സ്വാഗതം പറഞ്ഞു. ബഹ്റൈനിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ ദിനേശ് കുറ്റിയിൽ അനുസ്മരിച്ചുകൊണ്ട് ആർ പവിത്രൻ, എസ് വി ബഷീർ, വീരമണി, ഷീജ വീരമണി, മനോജ് പിലിക്കോട്, അജിത് കണ്ണൂർ, മനോജ് മയ്യന്നൂർ, സജിത് വെള്ളിക്കുളങ്ങര, പ്രഹ്ലാദൻ, സുരേഷ് പൂണ്ടൂർ, വിനോദ് ആറ്റിങ്ങൽ, സജി, അൻവർ നിലമ്പൂർ, രവി മറാത്ത് എന്നിവർ സംസാരിച്ചു. കൂടാതെ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം. മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സത്യാഗ്രഹ സമരം 12-ന്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിന് LDF സർക്കാർ ജനുവരി 12-ന് തിരുവനന്തപുരം പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കും. തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ജനുവരി 12-ന് കേരളം സുപ്രധാനമായ ഒരു സമരമുഖം തുറക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ നാം കൈവരിച്ച പുരോഗതിയെ പിന്നോട്ടടിപ്പിക്കുന്ന കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച് നടക്കുന്ന സത്യാഗ്രഹ സമരത്തിൽ വിവിധ ജനപ്രതിനിധികളോടൊപ്പം ഈ നാട് അണിനിരക്കും. ജനക്ഷേമവും പശ്ചാത്തല വികസനവും പൊതുമേഖലാ വ്യവസായങ്ങളുടെയും സേവനങ്ങളുടെയും ശക്തിപ്പെടുത്തലും അടിസ്ഥാനമാക്കി എല്ലാവർക്കും സംതൃപ്തിയോടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ പ്രതിജ്ഞാബദ്ധമാകുന്ന ഇടപെടലുകളുമായി മുന്നോട്ട് പോവുകയാണ് LDF സർക്കാർ. ഈ വാർത്തയോടുകൂടി BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.